Mom. Husband has to do, but behalf of your boyfriend, I'm doing for you. You're doing for all of us. Oh, it's good. You are married now. ഹലോ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ BBC ന്യൂസ് പോലും അതിസാഹസികനായിട്ടുള്ള സഞ്ചാരി എന്ന് വിശേഷിപ്പിച്ച ഒരു മലയാളി ചെക്കനുണ്ട്, ഒരു യൂട്യൂബർ ഉണ്ട്, ഒരു ട്രാവലർ വ്ളോഗർ. ഇപ്പം തന്നെ എല്ലാവർക്കും പിടിയിട്ട് കാണും, ഹിച്ച് ഹൈക്കിംഗ് നോമാദ് മാഹിൻ. ആ പേര് തന്നെ ഭയങ്കര സവിശേഷമായിട്ടുള്ള ഒന്നാണ്. അതായത് അലക്ഷ്യമായി യാത്ര ചെയ്യപ്പെടുന്ന സഞ്ചാരി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പേര്. അദ്ദേഹത്തിന്റെ ആ ഒരു പേര് പോലെ തന്നെയാണ് ആ ഒരു ചാനൽ അനർത്ഥമാക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന കണക്ക് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമല്ല പല രാജ്യങ്ങളിലും ഈ പറയുന്ന സഞ്ചരിക്കാൻ പറ്റുന്ന മനക്കരുത്തും ഏതൊരു സാഹചര്യത്തിനെയും അതിജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുമെന്ന് കൃത്യമായി മനസ്സിലാക്കിപ്പിച്ച് തരുന്ന, അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിനൊരു ജാലകം തുറന്നു കൊടുത്ത ഒരു സഞ്ചാരി എന്ന് തന്നെ ഒരു പക്ഷെ മാഹിനെ പറയാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് നമുക്കറിയുന്ന കാര്യമാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പല രാജ്യങ്ങളിൽ ചേക്കേറി പല സ്ഥലങ്ങളിൽ പലവട്ടം സഞ്ചരിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിന് കൃഷ്ണൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ്. കാരണം ഗേൾ ഫ്രണ്ട്സ് കൂടുതലാണ്. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേ ചില ആൾക്കാർക്ക് വേറൊരു രീതിക്ക് മാത്രം കണക്കാക്കുന്നുണ്ട്. ഇപ്പം ഒരു ചെക്കൻ ഒരു പെണ്ണ് ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണും, ഒരു പെണ്ണിന് ഒരു ബോയ് ഫ്രണ്ട്. ആ അർത്ഥത്തിലല്ല, പെൺ സുഹൃത്തുക്കളുടെ എല്ലാ കൂട്ടത്തിനെയും ഗേൾ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഞാൻ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. കാരണം ആഫ്രിക്ക അല്ലെങ്കിൽ പല കൺട്രിയിൽ നിന്നിട്ടുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിനോടൊപ്പം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വ്ളോഗ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇട്ടൊരു വീഡിയോ ആണ്. അതിനകത്ത് കമന്റ് സെക്ഷൻ കണ്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് തോന്നിയത്. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന, കാരണം ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നോക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഇട്ടത് വന്ന സുഹൃത്തുക്കളെയും കൂട്ടി അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ, തൊടുപുഴയാണെന്ന് തോന്നുന്നു, ഒരു ക്ഷേത്രത്തിൽ പോവുകയുണ്ടായി. അപ്പം അതിനകത്ത് അദ്ദേഹം ഇട്ടതുപോലും തൊടുപുഴ ക്ഷേത്രത്തിൽ ചെന്ന് സിന്ദൂരം ചാർത്തി എന്നുള്ള രീതിക്ക് ഒരു പെൺകുട്ടി, അതായത് ഈ പറയുന്ന ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ പേരെ നിർത്തിയിട്ട് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ സിന്ദൂരം ചാർത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. മാഹിൻ എന്ന് പറയുന്നത് ഏത് മതത്തിൽപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം തൊട്ടാണ് അസ്വസ്ഥത പൊട്ടി പുറപ്പെടുന്നത് എന്ന് പറയുന്നത്. അത് ഒരു കൂട്ടർക്കല്ല, രണ്ട് കൂട്ടർക്കും പുറപ്പെടും. നേരെ അതിനെ കാണുന്ന ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. അതിനെ എല്ലാത്തിനെയും ഭയങ്കര പോസിറ്റീവ് സെൻസിൽ മാത്രം കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന മാഹിനെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിനെപ്പറ്റി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു സഞ്ചാരിയാണ്, ഒരു ട്രാവലറാണ്. അപ്പം ആ സഞ്ചാരി എന്ന് പറയുമ്പം ഈ സഞ്ചാരികൾ എല്ലായിടത്തും പോകും. അവർക്ക് പ്രത്യേകിച്ച് അതിന് മതത്തിൻ്റെതായിട്ടുള്ള ഒരു ബാരിക്കേഡ് ഉള്ളതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സഞ്ചാരിയെ സഞ്ചാരി മാത്രമായിട്ട് കണ്ട് അവരുടെ യാത്രകളെ അത് മാത്രമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പിന്നെ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് തിരിച്ചറിയപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ മാറ്റി നിർത്തപ്പെടലുണ്ടാവും. അതാണല്ലോ യേശുദാസ് എന്ന് പറയുന്ന അത്രയും വലിയ ഈ പറയുന്ന ഗായകന് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇതിനെ എനിക്ക് മറ്റൊരു തരത്തിലാണ് നോക്കാൻ തോന്നിയെന്ന് പറയുന്നത്. അതായത് ചില ആൾക്കാർ ശരിയാണ്, മതം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അതിതീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, മതത്തിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ ആചാരങ്ങൾ, എൻ്റെ മതം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, എനിക്ക് ഭയങ്കര വിലയുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെയാണ് ഓരോ മതസ്ഥർക്കും എന്ന് പറയുന്നത്. അവർക്ക് ഓരോ രീതികൾ കാണും, ഓരോ ആചാരങ്ങൾ കാണും, ഓരോ അനുഷ്ഠാനങ്ങൾ കാണും, അതൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ടും എപ്പോഴും നമ്മൾ നമ്മുടെ മതത്തിന് കൊടുക്കുന്ന വില മറ്റു മതങ്ങൾക്കും കൊടുക്കാൻ എപ്പം മുതൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ അതിന് പ്രാപ്തരാകുന്നു, അപ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നതെന്ന് പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ മതം മാത്രമാണ് ഏറ്റവും വിലപ്പെട്ടത്, നമ്മുടെ മതത്തിലുള്ള കാര്യങ്ങളൊന്നും തെറ്റാതെ ചെയ്യണം, മറ്റു മതത്തിൽപ്പെട്ടതിനൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു മനുഷ്യനാണെന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം നമ്മൾ പോലും ഈ പറയുന്ന ഈ ഒരു നമ്മുടെ കൊച്ചു കേരളത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ കൂടുന്നതെന്ന് പറയുന്നത് ഒരിക്കലും മതം നോക്കിയിട്ടോ അതിൻ്റെ ബാരിക്കേഡ് നോക്കിയിട്ടോ ഒന്നുമല്ല. നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതോ ചെയ്യുന്നതോ ഒന്നും, നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് മാത്രം മൂല്യം കൊടുക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും, അല്ലാത്ത ചില ആൾക്കാർ ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം എനിക്ക് ഇതിനകത്ത് കമന്റ് സെക്ഷൻ കണ്ട സമയത്ത് നീ ചെയ്ത് നമ്മുടെ മതത്തിന് എതിരാണെന്നൊക്കെ പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ പറയുന്നു, ഇതിപ്പോൾ സിനിമയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ, അപ്പൊ അത് അത്രയും മാത്രമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്
ചിലർ പറയാം അത് ഈ പറയുന്ന കണക്ക് എല്ലാവരും വന്ന് കാണുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർച്ചയിൽ എത്തപ്പെട്ട ഒരു സ്ഥലം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ എന്നാലും അതൊരു ക്ഷേത്രം തന്നെയല്ലേ. അപ്പോൾ അവിടേക്ക് എൻ്റെ അറിവിൽ കുറേയധികം വിദേശികളും മറ്റുള്ളവരൊക്കെ കാണാൻ വരുന്നവരെല്ലാവരും ഹിന്ദു മതത്തിൽപ്പെട്ടവരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിലപ്പുറത്തേക്ക് ഈ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന തഞ്ചാവൂർ അതുപോലുള്ള ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവിടെ പോകുന്ന എല്ലാ ആൾക്കാരും ഹിന്ദു മതത്തിൽപ്പെട്ടവരാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലുണ്ടായിരുന്ന എത്രയോ ഫ്രണ്ട്സ് മറ്റു മതത്തിൽപ്പെട്ട എത്രയോ ആൾക്കാർക്ക് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഇഷ്ടമായതുകൊണ്ട് അവർ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്, പോണത് കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്നും അത്ര വലിയ ഇതായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നൊരു മൂല്യം, അതാണ് ആ ദൈവം നോക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പുറത്തേക്ക് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടിപ്പം വീണ്ടും കൊറോണയുടെ പിടിയിലോട്ട് ഏകദേശം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എനിക്കും പനി ബാധിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കൊണ്ടൊക്കെ വീഡിയോ ഇടാതിരിക്കുന്നത്. അപ്പം ചാനൽ ഡൗൺ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ കയറി ഇടുന്നത്. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത്, കൊറോണ നമ്മൾ അനുഭവിച്ചതാണ്, കുറേ കാലം അനുഭവിച്ചതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ, ജോലി ഇല്ലാതെ, ഈ പറഞ്ഞ കടക്കണിയിൽ അകപ്പെട്ട് എത്രയോ ആൾക്കാർ മരണത്തിന് പോലും കാരണമായത് ഈ കൊറോണ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം പ്രളയം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം പോലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം മഴ എന്ന് പറയുന്നത് എപ്പോഴും വരുന്നതിനേക്കാളും സീസൺ തെറ്റി അല്ലെങ്കിൽ കുറേ മുമ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പം പോലും വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലവർ നോക്കുന്നുണ്ടായിരിക്കും, ചിലവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരായിരിക്കും. ഐഡിയ ഇല്ലാതിരിക്കുന്നവരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പം പോലും കുറേയധികം ആൾക്കാർ ഈ പറയുന്ന മഴക്കെടുതി മൂലം മരിച്ചു കഴിഞ്ഞു. കുറേ ആൾക്കാർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ കെണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും പല ആൾക്കാർക്കും പേടിയാണ്. ഇപ്പം ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മഴ എത്രത്തോളം ശക്തമാകും, എന്തൊക്കെ കാര്യങ്ങളിലേക്ക് പോവും. വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പേടിയോടുകൂടിയാണ് വാർത്തകളെ നോക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങളെ, നമ്മുടെ ജീവിതം മാത്രമല്ല ബാക്കിയുള്ളവർ ഉൾപ്പെടുന്നെന്ന് ചിന്തിക്കുന്നവർ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പ്രളയം പോലൊരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു പള്ളിയാണ്, ഒരു മുസ്ലിം പള്ളിയാണ് നിൽക്കുന്നത് ആ സ്ഥലത്ത്. ആ സമയത്ത് ഈ പറയുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ അതിനകത്തുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. രക്ഷപ്പെടാൻ ആകെ ചുറ്റും വെള്ളം കൂടിയിരിക്കുകയാണ്. എന്നാൽ ആ പള്ളി ഇച്ചിരി ഉയർന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് കൂടി രക്ഷപ്പെടാനല്ലേ നമ്മൾ നോക്കുക. ആ സമയത്ത് നമ്മൾ മതത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും തീവ്രത നോക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ വേറൊരു സെൻസിലേക്ക് എടുത്ത് വലിയ കുഴപ്പമാക്കി ആരും മാറ്റരുത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ്. കാരണം അപ്പോഴും നമ്മുടെ ജീവന് മാത്രമല്ലേ വില കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഒരു അമ്പലത്തിലാണ്, ഏറ്റവും ഉയർത്തപ്പെട്ട ഏതെങ്കിലും ഒരു അമ്പലത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കയറി രക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവൻ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ളതുണ്ടെങ്കിൽ, നിങ്ങൾ അപ്പോഴും ഈ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിശാലമായിട്ട് പറയുന്ന ആൾക്കാർ, ജീവൻ പൊക്കോട്ടെ, എനിക്ക് എൻ്റെ മതത്തിൽ കുറേയധികം കാര്യങ്ങളുണ്ട്, മറ്റൊരു അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു മറ്റേ കോമാളിത്തരമായിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിക്കല്ല ചോദിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസമുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കളങ്കമില്ലാതെ നമ്മുടെ മതത്തിനെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ദൈവം അവിടെ നമുക്കുള്ള ഉള്ളിൽ ഭയങ്കര വിലയുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ കയറിയെന്ന് വെച്ചിട്ടോ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറിയിട്ടെന്ന് വെച്ചിട്ട് വേറെ ആരും എൻ്റെ ഉള്ളിൽ കയറാൻ പോണില്ല. എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എൻ്റെ ദൈവങ്ങളായിരിക്കും, എൻ്റെ വിശ്വാസങ്ങളായിരിക്കും, എൻ്റെ ആചാരങ്ങളായിരിക്കും, എൻ്റെ അനുഷ്ഠാനങ്ങളായിരിക്കും. അതിലപ്പുറത്തേക്ക് മറ്റൊന്നിനും അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അത് ഞാനെന്ന് പറയുന്ന സ്വത്വമാണ്, ഞാനെന്ന് പറയുന്ന ബോധമാണ്. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനെക്കുറിച്ച് പേടിക്കണമെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. ഇനി മറ്റൊന്ന് സിന്ദൂരം എന്ന് പറയുന്നത്, ഇതിനെ ചിലപ്പം ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സ്ത്രീ പുരുഷന്റെ ഭാഗവാക്കാകുന്ന ഒരു സമയം, അതാണ് അവരുടെ കല്യാണം എന്ന് പറയുന്നത്. അവരുടെ മനസ്സും ശരീരവും എല്ലാം ഒന്നായി മാറുന്ന ഒരു മംഗളകർമ്മം എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കർമ്മത്തിൽ എത്തപ്പെടുന്ന സമയത്ത് അന്ന് മുതൽ, താലി ചാർത്തുന്നത് മുതൽ, പുരുഷൻ സ്ത്രീയുടെ നെറ്റിയിൽ ഈ പറയുന്ന സിന്ദൂരം ചാർത്താറുണ്ട്, സുമംഗലി എന്ന അർത്ഥത്തിലേക്ക് വരുന്ന സമയത്ത്. അതായത് അയാളുടേതാണ് ആ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലേക്ക്. അപ്പം അത് ഭയങ്കര പവിത്രമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ കുറേ ആൾക്കാർ കമന്റുകളിൽ പറഞ്ഞ പോലെ സിനിമയിൽ എത്രയോ നടിമാരുടെ ഈ സിന്ദൂര രേഖയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനെ അങ്ങനെ കാണാൻ പറ്റുന്നവരും ഉണ്ട്, അല്ലാതെ കാണുന്നവരും ഉണ്ട്. ഇപ്പം സിനിമയിൽ അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ ശരീരം വിറ്റ് നടക്കുന്ന കുറേ സ്ത്രീകളെ കാണാൻ പറ്റും. അവർ സിന്ദൂരം ചാർത്തി ഞാൻ കണ്ടിട്ടുണ്ട്.
പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ചില സ്ത്രീകളെ അറിയാമായിരിക്കുമല്ലോ. അപ്പം ആ സ്ത്രീകൾ എങ്ങനത്തെ ഉള്ളതാണ് നമുക്ക് കണ്ട് ശീലം കാണും, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിയെ പറ്റി അറിയായിരിക്കും. ഒരു ഭർത്താവിന് കൊടുക്കുന്ന വില എന്താണ്, മറ്റു പുരുഷന്മാരുമായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പം അവരും സിന്ദൂരം ചാർത്താറുണ്ട്. അപ്പം ആ സിന്ദൂരത്തിന് എത്രമാത്രം വിലയുണ്ടെന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നുന്ന ഈ ഒരു സംശയമാണ്. സിന്ദൂരത്തിനൊരു വിലയുണ്ട്, ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെയൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർത്തവ സമയത്ത് സിന്ദൂരത്തിന് ഭയങ്കര പവിത്രത കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവർ. പക്ഷെ ആ ഒരു ടൈം പീരീഡിൽ അതിൽ തൊടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ അത് പ്രത്യേകിച്ച് ഒരു സൈൻ മാത്രമായിട്ട് കണക്കാക്കി അതിന് അങ്ങനെ കൊടുക്കുന്ന വില കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളൊരു കാര്യത്തിന് നമ്മൾ എത്രമാത്രം മൂല്യം കൊടുക്കുന്നോ അത് നമുക്ക് മാത്രം ഉള്ളതാണ്. മറ്റുള്ളവരിലേക്ക് നമുക്കത് അടിച്ചേൽപ്പിക്കാനോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ കേൾക്കുകയോ അവർ ചെയ്യുകയോ ചെയ്യുന്നില്ല, അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ശരിയായിട്ട് മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പം മാഹീൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം കുറേ ആൾക്കാർ പറഞ്ഞ സമയത്ത് മാഹീൻ കൊടുത്ത മറുപടി എനിക്കതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിയില്ലായിരുന്നു. തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ള രീതിക്കൊക്കെ അയാൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അയാൾക്കത് തെറ്റാണെന്ന് ബാക്കിയുള്ളവർ കുറച്ച് പേര് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറിയാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒരു കോപ്രായം പോലെ ഒരാൾ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിമർശിക്കാനുള്ളതുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പം ഈ പറയുന്ന ബാക്കിയുള്ളവർ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാണോ ഇനി അല്ലാതാണോ, സിന്ദൂരത്തിന് വെറും ഒരു തമാശയായിട്ട് മാത്രം കണക്കാക്കുന്ന കുറേയധികം സ്ത്രീകളുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഓരോരുത്തരും അതിന് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് വിശ്വസിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ സിന്ദൂര രേഖയിലെ സിന്ദൂരം മായപ്പെടുക എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് ശേഷം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് മായാതെ അത് ഭയങ്കര പവിത്രമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. അത് ചില ആൾക്കാരുടെ വിശ്വാസം. പിന്നെ നമുക്ക് ഈ പറയുന്ന ചില കോമഡി സീൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രോൾസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ സിന്ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 80 കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ഇതായിട്ട് ചോപ്പെടുത്ത് അണിഞ്ഞ് 90 കാലഘട്ടത്തിൽ ഇത്രയും ഭയങ്കര ഭാഗമായിട്ട് ആൾക്കാരെ കാണാൻ പറ്റും. ഒരു പക്ഷേ 90-ലോട്ടോ 2000-ലോട്ടോ എത്തുന്ന സമയത്ത്, 2000 എന്ന് പറയുന്നില്ല, 18 അല്ല, അങ്ങനെ 19 എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിലൊക്കെ നോക്കുന്ന സമയത്ത് കുറഞ്ഞു ചെറിയ ഒരു സംഭവം മാത്രം. പിന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലോട്ട് എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒരു പൊട്ട് പോലെ ഇടുന്നത്, ചിലവരിടുന്നതേ ഇല്ല. ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെത് കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. ചില സമയങ്ങളിൽ ഇടാറുണ്ട്, ചില സമയങ്ങളിൽ ഇടാറില്ല. പക്ഷേ സിന്ദൂരത്തിന് ഭയങ്കരമായിട്ടുള്ള വില കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം എത്രത്തോളം ഇരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ചിലർ താലി മാല ഇടാതെ പോലെ നടക്കാറില്ല, ചിലവരത് ഊരി വെച്ചിട്ട് നടക്കാറുണ്ട്. ഓരോരുത്തരുടെ രീതികളാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടം, നമ്മുടെ വിശ്വാസം എത്രത്തോളം വലുതാണോ അത് തെറ്റിക്കാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഒരാളിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എനിക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. എത്ര പേര് എന്നെ തെറി വിളിച്ചുകൊണ്ട് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ദയവായി ഇത് നേരെ മാത്രം കണക്കാക്കുക.